ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കാലാവധി പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് ഔദ്യോഗിക യാത്രയയപ്പ് നൽകി രാജ്യസഭ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ളവരുടെ സംഭാവനകളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% തുടരും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഡൽഹി ജന്തർ മന്ദറിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം. ധനപ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലും ദേശീയതലത്തിൽ സംസ്ഥാനം നിരവധി നേട്ടങ്ങൾ കൈവരിച്ചതായി മുഖ്യമന്ത്രി. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് രണ്ടാം സെമിയിൽ ഇന്ന് ഓസ്ട്രേലിയ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ആത്മീയ ആചാര്യൻ ശ്രീല പ്രഭുപാദിന്റെ 150ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും. ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിലുള്ള ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ചടങ്ങിൽ ശ്രീല പ്രഭുപാദിന്റെ സ്മരണാർത്ഥം പുറത്തിറക്കുന്ന സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. വൈഷ്ണവ വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ സംരക്ഷിക്കുന്നതിലും പ്രചരിപ്പിക്കുന്നതിലും നിർണായക പങ്ക് വഹിച്ച ഗൌഡിയ മിഷന്റെ സ്ഥാപകനായിരുന്നു ആചാര്യ ശ്രീല പ്രഭുപാദ്. കാലാവധി പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് ഔദ്യോഗിക യാത്രയയപ്പ് നൽകി രാജ്യസഭ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ള എംപിമാരുടെ സേവനങ്ങളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. കഴിഞ്ഞ 10 വർഷത്തിനിടെ രാജ്യം വലിയ പുരോഗതിയാണ് നേടിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ, കേന്ദ്രമന്ത്രിമാരായ ധർമ്മേന്ദ്ര പ്രധാൻ, അശ്വിനി വൈഷ്ണവ്, ഭൂപേന്ദ്ര യാദവ്, പർഷോത്തം രൂപാല എന്നിവരാണ് ഈ വർഷം രാജ്യസഭയിൽ കാലാവധി പൂർത്തിയാക്കുന്നത്. റിസർവ് ബാങ്ക് ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്കിൽ മാറ്റമില്ലെന്ന് ആർബിഐ ഗവർണർ ശക്തികാന്ത ദാസ് മുംബൈയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റിപ്പോ നിരക്ക് 6.5% തുടരും. തുടർച്ചയായ 6 തവണയാണ് അടിസ്ഥാന പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ ധനനയം പ്രഖ്യാപിച്ചത്. 6 അംഗ ധനനയ സമിതി 5-1 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് റിപ്പോ നിരക്കിൽ മാറ്റം വരുത്തേണ്ടെന്ന തീരുമാനം കഴിഞ്ഞ യോഗത്തിൽ കൈക്കൊണ്ടത്. കേരളത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഡൽഹി ജന്തർ മന്ദറിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം. ധനപ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലും ദേശീയതലത്തിൽ നിരവധി നേട്ടങ്ങളാണ് സംസ്ഥാനം കൈവരിച്ചതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുടക്കമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു. കേരളം മുന്നോട്ടുവച്ച നിരവധി ആവശ്യങ്ങൾ കേന്ദ്രം പരിഗണിച്ചില്ലെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. രാവിലെ കേരള ഹൌസിന് മുന്നിൽ നിന്ന് മുഖ്യമന്ത്രി, മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ തുടങ്ങിയവർ ജാഥയായാണ് സമരവേദിയിലേക്ക് എത്തിയത്. സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കളും സമരത്തിൽ പങ്കെടുത്തു. കേരളത്തിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തും അഴിമതിയും മറച്ചുവെക്കാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഡൽഹിയിൽ സമരം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ധനപ്രതിസന്ധിയുടെ ഒരുപാട് കാരണങ്ങളിൽ ഒന്നു മാത്രമാണ് കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയാണ് കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ദേശീയ വിരവിമുക്ത ദിനാചരണത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ സ്കൂളുകളിൽ വിരനശീകരണ ഗുളിക വിതരണത്തിന് തുടക്കം. 1 മുതൽ 19 വയസ്സുവരെ പ്രായമുള്ളവർക്കാണ് ഗുളിക നൽകുക. സ്കൂളിലെത്താത്ത കുട്ടികൾക്ക് അങ്കണവാടികൾ വഴി ഗുളിക വിതരണം ചെയ്യും. ഇന്ന് ലഭിക്കാത്ത കുട്ടികൾക്ക് ഈ മാസം 15-ന് ഗുളിക നൽകും. കുട്ടികൾക്ക് വിരനശീകരണ ഗുളിക നൽകിയെന്ന് ഉറപ്പാക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് അഭ്യർത്ഥിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിലേക്ക് പ്രസാർ ഭാരതി കരാറടിസ്ഥാനത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവ്, ന്യൂസ് റീഡർ കം ട്രാൻസ്ലേറ്റർ മലയാളം എന്നീ വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി ഇന്നാണ്. കൂടുതൽ വിവരങ്ങൾക്ക് newsonair.gov.in/vacancies എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഓൺലൈൻ അപേക്ഷകൾ application.prasarbharati.org എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കണം. കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് നാളെ തിരശ്ശീല ഉയരും. ഈ മാസം 16 വരെ തൃശൂരിലാണ് നാടകോത്സവം നടക്കുക. 7 വേദികളിലായി 23 നാടകങ്ങളാണ് മേളയിൽ അരങ്ങേറുന്നത്.
ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന അണ്ടർ 19 ക്രിക്കറ്റ് ലോകകപ്പ് രണ്ടാം സെമി ഫൈനലിൽ ഇന്ന് ഓസ്ട്രേലിയ പാകിസ്ഥാൻ പോരാട്ടം. മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയെ നേരിടും. ആദ്യ സെമിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ 2 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരുന്നു. ജല അതോറിറ്റിയുടെ അരുവിക്കര ജലശുദ്ധീകരണശാലയിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ മറ്റന്നാൾ തിരുവനന്തപുരം നഗരപരിധിയിൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടും. രാവിലെ 7 മണി മുതൽ രാത്രി 10 വരെയാണ് ജലവിതരണം മുടങ്ങുക. ഉപഭോക്താക്കൾ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ടാങ്കറിൽ വെള്ളമെത്തിക്കാൻ ഹെൽപ്പ് ലൈൻ നമ്പറായ 8547697340 ബന്ധപ്പെടേണ്ടതാണ്. സ്കൂൾ കുട്ടികൾ തയ്യാറാക്കിയ 1056 പുസ്തകങ്ങൾ നാളെ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ പ്രകാശനം ചെയ്യും. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പുസ്തകങ്ങൾ തയ്യാറാക്കിയത്. 1 മുതൽ 12 വരെ ക്ലാസുകളിലെ 50,000-ഓളം കുട്ടികൾ ഇതിന്റെ ഭാഗമായി. ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിൽ സഞ്ചാരികൾക്കായി ഫുഡ് ഹബ് ഒരുങ്ങുന്നു. ഫുഡ് സേഫ്റ്റി ആന്റ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ മൂന്നാർ പഞ്ചായത്താണ് ഫുഡ് ഹബ് സ്ഥാപിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്ത് പഴയ മൂന്നാർ മൂലക്കടയിലുള്ള ബസ് സ്റ്റാൻഡിൽ 5.15 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ ഫുഡ് ഹബ്ബ് നിർമ്മിക്കുന്നത്. വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിൽ എത്തുന്നവർക്ക് രാജ്യാന്തര വിഭവങ്ങളും പ്രാദേശിക ഭക്ഷണവും ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫുഡ് ഹബ്ബിന്റെ നിർമ്മാണം. താഴത്തെ നില വാഹന പാർക്കിംഗും മുകൾ നിലയിൽ 20 ഫുഡ് സ്റ്റാളുകളുമാണ് സജ്ജീകരിക്കുക. സന്ദർശകരായെത്തുന്ന വിദേശികൾ അടക്കമുള്ളവർക്ക് വിവിധ നാടുകളിലെ വ്യത്യസ്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഫുഡ് ഹബ്ബിൽ നിന്നും രുചിക്കാനാകും. കാഴ്ച പരിമിതർ ഉൾപ്പെടെയുള്ള ഭിന്നശേഷിക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നും കുടിശ്ശിക നൽകണമെന്നും ആവശ്യപ്പെട്ട് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഈ മാസം 13-ന് നിയമസഭാ മാർച്ച് നടത്തും. നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും സംസ്ഥാന ബജറ്റിൽ ഭിന്നശേഷിക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ നടപടിയെടുക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് KFB സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹക്കീം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഭിന്നശേഷിക്കാർക്കായി സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല തൊഴിൽ മേള ഈ മാസം 13-ന് തിരുവനന്തപുരത്ത് നടക്കും. ദേശീയ ഭിന്നശേഷി തൊഴിൽ സേവന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന തൊഴിൽ മേളയിൽ 25-ലേറെ സ്വകാര്യ സ്ഥാപനങ്ങൾ പങ്കെടുക്കും. ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റ സഹിതം നാലാഞ്ചിറയിലെ ദേശീയ ഭിന്നശേഷി തൊഴിൽ സേവന കേന്ദ്രത്തിൽ എത്തേണ്ടതാണ്. കണ്ണിനും മനസ്സിനും കുളിരു പകർന്ന് കണ്ണൂരിൽ പുഷ്പോത്സവത്തിന് ഇന്ന് തുടക്കം. പുഷ്പോത്സവത്തിന്റെ ഉദ്ഘാടനം സ്പീക്കർ AN ഷംസീർ വൈകിട്ട് നിർവഹിക്കും. ജില്ലാ അഗ്രി ഹോർട്ടിക്കൾച്ചറൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ മാസം 19 വരെ പുഷ്പോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത്. 60 രൂപയാണ് പ്രവേശന ഫീസ്. 5 വയസ്സിന് താഴെയുള്ളവർക്കും 80 വയസ്സ് കഴിഞ്ഞവർക്കും പ്രവേശനം സൌജന്യമായിരിക്കും. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ സർക്കാർ വകുപ്പുകളുടെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ഭക്ഷ്യസംരംഭകർ, പാചക തൊഴിലാളികൾ എന്നിവർക്കായി വകുപ്പ് ഈ മാസം 13-ന് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. 17-നാണ് പൊങ്കാല ഉത്സവത്തിന് തുടക്കമാവുക. 25-നാണ് ആറ്റുകാൽ പൊങ്കാല. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 577 പോയിന്റ് താഴ്ന്ന് 71,583-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 162 പോയിന്റ് ഇടിഞ്ഞ് 21,772-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ മാറ്റമില്ല. പവന് 46,400 രൂപയും ഗ്രാമിന് 5,800 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവധി പൂർത്തിയാക്കിയ അംഗങ്ങൾക്ക് ഔദ്യോഗിക യാത്രയയപ്പ് നൽകി രാജ്യസഭ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഉൾപ്പെടെയുള്ളവരുടെ സംഭാവനകളെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ച് റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% തുടരും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഡൽഹി ജന്തർ മന്ദറിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം. ധനപ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലും ദേശീയതലത്തിൽ സംസ്ഥാനം നിരവധി നേട്ടങ്ങൾ കൈവരിച്ചതായി മുഖ്യമന്ത്രി. കേരള സംഗീത നാടക അക്കാദമി സംഘടിപ്പിക്കുന്ന 14ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. അണ്ടർ 19 ലോകകപ്പ് ക്രിക്കറ്റ് രണ്ടാം സെമിയിൽ ഇന്ന് ഓസ്ട്രേലിയ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.